നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ UDFിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു മുന്നേറ്റമുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അതിലൊരു യുവ നേതാക്കന്മാരുടെ മുന്നേറ്റം കൂടിയുണ്ട് എന്ന് കാണാതിരിക്കാൻ കഴിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. യുവ നേതാക്കൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും മുസ്ലിം ലീഗിൻ്റെ ഫിറോസിനൊക്കെ അവർ കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗത്ത് ചാണ്ടി ഉമ്മൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ്റെ ഒറ്റയാൾ പോരാട്ടം കാണുന്നുണ്ട്. ഇവിടെ തന്നെ കേരളത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്ന രീതിയിൽ UDFിന് കോൺഗ്രസ്സിന് ഒരു വലിയ യുവനിര ഉണ്ട് എന്നുള്ളതിൽ വലിയൊരു ആശ്വാസം തന്നെയാണ് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിൽ തന്നെ ഒരു വലിയൊരു വിഭാഗീയത കാണുന്നുണ്ടോ? അതൊരു അപകടമല്ലേ? മുൻകാല കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാവുന്നവരിൽ കുറച്ചൊക്കെ ആശങ്ക ഉളവാക്കുന്ന പ്രവർത്തന രംഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ചെറുപ്പക്കാരുടെ നേതാക്കൾ തന്നെയാണ് അവർ നേതാക്കളായി രംഗത്ത് വന്നിരിക്കുന്നവർ പ്രധാനമായും ഷാഫി പറമ്പലും രാഹുൽ മാങ്കൂട്ടവുമാണ്. അവർ നടത്തുന്ന പ്രചരണങ്ങളിലും പ്രവർത്തനങ്ങളിലും മറ്റുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വൻപിച്ച പങ്കാളിത്തമുണ്ട് താൻ. അതുപോലെ ഘടകകക്ഷിയായ ലീഗിൻ്റെ യുവജന വിഭാഗവും യൂത്ത് ലീഗിൻ്റെ ഫിറോസും ഈ പ്രചരണത്തിൻ്റെ കൂടിയുണ്ട്. പക്ഷെ ഇവിടെ കാണുന്ന അപകടം ഈ രംഗത്ത് സജീവമാകും എന്ന് അല്ലെ ആകേണ്ടിയിരുന്ന ചാണ്ടി ഉമ്മൻ ഒരു ലേറ്റ് എൻട്രിയാണ്. അതെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ശിഷ്യനും മകനും രണ്ട് ചേരിയിൽ നിൽക്കുന്നു. ആരുടെ? ഉമ്മൻചാണ്ടിയുടെ കളരിയിൽ അഭ്യസിച്ച ഉമ്മൻചാണ്ടി ഒരുപക്ഷെ മകനേക്കാളും കൂടുതൽ സ്നേഹവും വാത്സല്യവും അതുപോലെ തന്നെ രാഷ്ട്രീയ പിന്തുണയും ഷാഫിക്കുണ്ടായിരിക്കാം. ആ ഷാഫി തന്നെയാണ് ഇപ്പോൾ വലിയൊരു രീതിയിൽ കളം പിടിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ മറ്റൊരു ഭാഗത്ത് ചാണ്ടി ഉമ്മനും കാണുന്നു. ചാണ്ടി ഉമ്മൻ്റെ സ്വാധീനം എത്രയുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ മറ്റു തെരഞ്ഞെടുപ്പ് പാലക്കാട് ചാണ്ടി ഉമ്മൻ വരാതിരുന്നിട്ട് കൂടി ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയില്ലേ എന്ന ഒരു ഭാവം പല യുവജന നേതാക്കന്മാരുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പോടു കൂടിയാണ് ഇങ്ങനത്തെ ഒരു ഫോക്കസ് കടന്നു വരുന്നത്. അതായത് അവിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ആ ഒരു ചേരിയാണ് വിജയിച്ചത്. ഷാഫി പറമ്പിലിൻ്റെ പിടിവാശി രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതായിരുന്നു. രണ്ടുപേരും ചേർന്ന് അവിടെ വിജയം നേടി. അതൊരു പക്ഷേ VD സതീശൻ്റെ നിർദ്ദേശപ്രകാരമാണ് നടന്നത് എന്ന് പറയുന്നു. അപ്പോൾ അതേ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ അതേ ഒരു ഗ്രൂപ്പ്, അതേ ഗ്രൂപ്പ് വന്ന് നിലമ്പൂരിലും വർക്കൗട്ട് ചെയ്യാം എന്നുള്ള ഒരു സംഭവമാണ് അവിടെ അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും. പാലക്കാട് ഒരു നിലമ്പൂരുമായൊരു വ്യത്യാസം, പാലക്കാട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിക്കുമ്പോൾ അവർ രണ്ടുപേരുമായിരുന്ന പ്രധാന സാന്നിധ്യം. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മറ്റ് നേതാക്കൾ അങ്ങോട്ടോ എത്തിയിരുന്നില്ല. ഇപ്പോൾ പക്ഷെ പതിവിന് വിപരീതമായി വിഷ്ണുനാഥ് ഈ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തോ. താനാണ് ഇന്നലെ അത് വലിയൊരു മാറ്റമായി കാണുകയും ചെയ്യും വിഷ്ണുനാഥിൻ്റെ സാന്നിധ്യം. അതെ, അതായത് എനിക്ക് തോന്നുന്നു ഈ രാഹുൽ മാങ്കൂട്ടവും അതുപോലെ ഷാഫി പറമ്പിലും A ഗ്രൂപ്പുകാരാണ് എന്നാണ് അറിയുന്നത്. ഷാഫി പറമ്പിൽ A ഗ്രൂപ്പിൻ്റെ നോമിനിയാണ്. KSU കാലം തൊട്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ഇപ്പോൾ വന്നിരിക്കുന്നതും അത് രീതിയിൽ തന്നെയാണ്. അതിനിടയിൽ ഉമ്മൻചാണ്ടി മരണപ്പെടുന്നു. പക്ഷേ ആ A ഗ്രൂപ്പിൻ്റെ സാന്നിധ്യം പഴയ നേതാക്കന്മാർ പോയെങ്കിലും ഇപ്പോൾ വീണ്ടും അത് A ഗ്രൂപ്പ് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഷാഫിയുടെ ലക്ഷ്യം. ആണോ അല്ലയോ എന്ന് വ്യക്തമായിട്ടില്ല. കാരണം VD സതീശൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഷാഫിയെ പോലെ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ശിഷ്യൻ PC വിഷ്ണുനാഥും കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വിഷ്ണുനാഥിൻ്റെ കയ്യിലാണ് ഇവരുടെ ഒരു കടിഞ്ഞാൺ എന്നുള്ളത് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് നിലമ്പൂരിലെ പ്രവർത്തനം കാണാൻ വേണ്ടി കഴിയുന്നത്. അത് എത്രത്തോളം ഇത് ഗ്രൂപ്പ്, അതായത് പണ്ടത്തെ A ഗ്രൂപ്പിൻ്റെ ഒരു രണ്ടാം വരവാണോ അല്ല VD സതീശൻ എല്ലാവരെയും ചേർത്ത് മറ്റുള്ളൊരു ഗ്രൂപ്പ് ആക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഏറ്റവും അതിൻ്റെ അപകടകരമായ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലേക്ക് കോൺഗ്രസ് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ ഇത് അടുത്ത സ്ഥാനാർത്ഥി തന്നെ ആകുമ്പോഴത്തേക്കും വഷളാവും. ഇത് ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരല്ല. ഇത് കാണുന്ന ഓരോ കോൺഗ്രസ്സുകാരനും അല്ല ഈവൻ നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്നവർക്കും ഇവിടെ ചിലരുടെ ആബ്സെൻസ്. അബിൻ വർക്കിയെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇലക്ഷൻ ആദ്യത്തെ 1-2 ദിവസം കൊണ്ട് പിന്നെ അബിൻ വർക്ക് എവിടെയാണ്? അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിന്ന് പലരും ഔട്ടാകുന്നു. അഭിമർക്കി മാത്രമല്ല,
ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു യുവ നേതാവാണ് ഹൈബി ഈഡൻ. ഹൈബി ഈഡൻ ചിത്രത്തിലില്ല, MP ആണ് അദ്ദേഹം, ഷാഫിയെ പോലെ തന്നെ. അതുപോലെ തന്നെ ഏറ്റവും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും പേര് വന്ന നേതാവാണ് റോജി M. ജോൺ. അദ്ദേഹം ഒരു യുവ നേതാവാണ്. VT ബൽറാം മെല്ലെ മെല്ലെ ഇവരുടെ കൂടെ കൂടുന്നു എന്നല്ലാതെ അതുപോലെ തന്നെ പുറകോട്ട് വരികയും ചെയ്യുന്നു. അങ്ങനെ വലിയൊരു യുവനിര മുന്നേറ്റം നടത്തുമ്പോൾ അതേപോലെയുള്ളൊരു വിഭാഗം യുവനിര പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം. അങ്ങനെ തങ്ങളാണ് എല്ലാം നിയന്ത്രിക്കും എന്ന് കരുണാകരൻ്റെ കൂടെയുള്ളവരും ഉമ്മൻചാണ്ടിയുടെ കൂടെയുള്ള ചില ഗ്രൂപ്പ് നേതാക്കന്മാർ തീരുമാനിച്ചപ്പോഴാണ് കോൺഗ്രസിൻ്റെ അന്ത്യകൂദാശ തുടങ്ങിയത്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കരുണാകരൻ്റെയും AK ആൻ്റണിയുടെയും കാലത്തെ ഗ്രൂപ്പിസത്തിന് ഒരു മര്യാദ ഉണ്ടായിരുന്നു. A ഗ്രൂപ്പ് അല്ലെങ്കിൽ I ഗ്രൂപ്പ്. ഇന്നത്തേത് അങ്ങനെയല്ല. ഇന്ന് പല നേതാക്കൾക്ക് പല ഗ്രൂപ്പാണ്. അത് അന്ത്യകൂദാശയാണോ ശരിക്കും പാർട്ടിയെ ശക്തിപ്പെടുത്തിയതാണോ എന്നുള്ളത് കൂടി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ മത്സരം ഇപ്പോൾ ഈ പർട്ടിക്കുലർ നിമിഷത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകരിൽ ആവേശം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇവർ ഗ്രൂപ്പ് ഇപ്പോൾ പരസ്യമായി പറയുന്നില്ല, പക്ഷെ ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് അടുത്ത് നിന്ന് വീക്ഷിക്കുന്നവർക്ക് മാത്രമേ പെട്ടെന്ന് മനസ്സിലാവൂ വിഷ്ണുനാഥ് എങ്ങനെ തള്ളിക്കയറി വരുന്നു, വളരെ പെട്ടെന്ന് എങ്ങനെ വിഷ്ണുനാഥ് നേതാവായി. വിഷ്ണുനാഥിന് മറ്റേ അവിടെ തന്നെ ഒരാളുണ്ടല്ലോ, അനിൽകുമാർ. അനിൽകുമാറിന് പ്രാധാന്യം കിട്ടാത്ത എന്താണ്? അനിൽകുമാർ ഇതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ് പ്രധാനിയാണ് അനിൽകുമാർ. KC വേണുഗോപാലിന്റെ നോമിനി കൂടിയാണ്. എന്തുകൊണ്ട് അനിൽകുമാറിന് ആ പ്രാധാന്യം കിട്ടുന്നില്ല? വളരെ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ ഗ്രൂപ്പിസത്തിന്റെ വിഷം ഇനിയും കുത്തി കുത്തി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ മറ്റൊരു അപകടം കൂടിയുണ്ട്. അപകടമല്ല, ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം വരാനുള്ളത്, ഇതിൽ ഇപ്പോൾ KPCCയുടെ പുതുതായി വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട 4 ഭാരവാഹികൾ, അതായത് 1 KPCC അധ്യക്ഷൻ, മറ്റ് 3 വർക്കിംഗ് പ്രസിഡന്റുമാർ, ഷാഫി പറമ്പിൽ, വിഷ്ണുനാഥ്, AP അനിൽകുമാർ, അതുപോലെ സണ്ണി ജോസഫ് എന്ന അധ്യക്ഷൻ. ഇവരിൽ 3 പേർ MLAയും ഒരാൾ MP യുമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ 3 പേരും മാറി നിൽക്കേണ്ടി വരും. അവർക്ക് മത്സരിക്കാനുള്ള സാഹചര്യം വരും. 3 പേരും അവരവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കുമ്പോൾ 100% ഈ KPCCയുടെ നേതൃത്വം പോകുന്നത് ഏക വർക്കിംഗ് പ്രസിഡന്റായി അവിടെ ബാക്കിയുള്ളത് ഷാഫി പറമ്പിൽ മാത്രമാണ്. ഷാഫി പറമ്പിലിൻ്റെ കൈകളിലേക്ക് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പോകും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോഴാണ് ചില ഗ്രൂപ്പ് സമവാക്യങ്ങൾ വീണ്ടും പൊട്ടിമുളക്കുന്നതോ അല്ലെങ്കിൽ ഷാഫി കുറച്ച് ഉന്നതങ്ങളിലേക്ക് എത്തുകയോ ചെയ്യുന്നത്. ഇതൊക്കെ ഇപ്പോൾ തന്നെ KC വേണുഗോപാലിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്ത് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിൽക്കുന്നവർക്കൊക്കെ ഇതൊക്കെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ. പക്ഷേ ഇത് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഇപ്പം അടുത്ത കാല രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന ഏത് പാർട്ടിയിലെടുത്താലും പൊതുജനങ്ങളുടെ സ്വീകാര്യതയുള്ള ഒരു യുവ നേതാവാണ്, ഒരു സംശയമില്ല. മറിച്ച് താൻ വെറും ഒരു ഗ്രൂപ്പിൻ്റെ മാത്രം നേതാവാണെന്നുള്ള രീതിയിലേക്കാണ് ഷാഫിയുടെ പ്രവർത്തനം പോകുന്നതെങ്കിൽ ഈ പൊതുജന സ്വീകാര്യത അവിടത്തേക്ക് ഇല്ലാതാവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ആ അപകടത്തെ മുന്നിൽ കാണാൻ ഷാഫിക്കാണ് കളയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എത്ര ഒച്ച വെച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും എല്ലാവരും എല്ലാ കാലത്തും നിശബ്ദരാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് രാഹുൽ എവിടെയായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത്? കോൺഗ്രസ് ഏറ്റവും തകർന്നു പോയ കൊല്ലം ജില്ല അടൂർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മത്സരിക്കാൻ ആറന്മുള ഉണ്ടായിരുന്നു, റാന്നി ഉണ്ടായിരുന്നു, കോതി ഉണ്ടായിരുന്നു. രാഹുലിന് കുറെ കൂടെ ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പൊ പാലക്കാട് മത്സരിക്കാൻ 1.5 വർഷം അപ്പൊ പാലക്കാട് രാഹുൽ മത്സരിച്ചെങ്കിലേ ജയിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്നാ? ഇത് രാഹുൽ മാങ്കുട്ട അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ വേറൊരു സ്ഥാനാർത്ഥി അവിടെ ഇടാനില്ലെന്നല്ലേ? അത് കോൺഗ്രസിന്റെ ദൗർബല്യല്ലേ? ഇത്രയും വലിയ സംഘടനാ സംവിധാനമുള്ള യുവജന സംഘടന അല്ല. പാലക്കാട് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ അങ്ങനെയുള്ള ആവശ്യവും ഉണ്ടായിരുന്നില്ല. കാരണം 3 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു 18,000 വോട്ടിന് ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ എങ്ങനെ വന്നാലും ഒരു UDF സ്ഥാനാർത്ഥി 5,000-ന് മുകളിൽ വോട്ടിന് ജയിക്കും എന്നുള്ള ഒരു സാഹചര്യം ഈ ജയങ്ങളെ നമ്മൾ നേട്ടങ്ങളായിട്ട് പറയുന്നതിന് മുമ്പ് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും കോൺഗ്രസിൻ്റെ ഒരുമാതിരി കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കോൺഗ്രസ്സുകാർ കാലുവാരുന്നില്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി ഇപ്പോൾ ജയിക്കും. കാരണം അത്രയ്ക്ക് മാത്രം വെറുത്തിരിക്കുന്ന ഭരണവിരുദ്ധ വികാരങ്ങളേക്കാൾ കൂടുതൽ വെറുത്തിരിക്കുകയാണ് പിണറായി വിജയൻ്റെ ഭരണത്തെ. അപ്പം ആ ജനം ആരെ കൊണ്ട് നിർത്തി അൻവറൊക്കെ പരാജയപ്പെടാൻ പോകുന്നത് അവിടെയാണ്. അൻവർ പരാജയപ്പെടാൻ പോകുന്നത് പിണറായിയെ തോൽപ്പിക്കാനുള്ള. സാറ് പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും എത്തിപ്പെടുന്നത് ഇവിടത്തേക്കാന്ന് വെച്ചാൽ ശരിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കി ഷാഫി പറമ്പിലും കുറച്ചാളുകളും അവിടെ നിർബന്ധം പിടിച്ചത് തന്നെ ഒരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ് എന്നും
ആ മണ്ഡലത്തിൽ ആര് നിന്നാലും ജയിക്കും എന്നുള്ളൊരു സാഹചര്യമുള്ളപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെ കൊണ്ടുവരേണ്ടെന്ന ഒരു ആവശ്യം പാലക്കാട്ട് ഉണ്ടായിരുന്നില്ല എന്നും പറയുമ്പോഴാണ് ഒരു ഗ്രൂപ്പ് സമവാക്യം പിറക്കുന്നു എന്നുള്ളത് എല്ലാവരും സംശയിക്കുന്നത്. അല്ല, കോൺഗ്രസിന് താരതമ്യേന ദുർബലമായ, ജയിക്കാൻ സാധ്യത നല്ലൊരു മത്സരം കാഴ്ചവെച്ച നല്ലൊരു എതിരാളി വന്ന രാധാകൃഷ്ണൻ മത്സരിക്കാൻ വന്ന CPM-ന്റെ ചേലക്കരയിൽ രമ്യ ഹരിദാസിന് വേണ്ടി ഇവരുടെ കഴിവിനെ പ്രകടിപ്പിക്കാത്തത്? അതെ, എന്തുകൊണ്ട് രമ്യ ഹരിദാസിന് വേണ്ടി ഇവർ വർക്ക് ചെയ്യാൻ പോയില്ല? ജയിക്കുമെന്ന് ഉറപ്പുള്ള രാഹുലിന് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യായിരുന്നു. അതുപോലെ ഇപ്പോൾ പാർലമെന്റിലേക്ക് വരുമ്പോൾ ജയിക്കുമെന്ന് ഉറപ്പുള്ള പ്രിയങ്കയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പോകുന്നു. രമ്യ ഹരിദാസിന് വേണ്ടി അങ്ങനെ ഇമാരും പോകാത്ത എന്താ? ഇതിന്റെ വ്യത്യാസം ഇവരുടെ ഞങ്ങൾ വലിയ പുള്ളികളാണ് എന്ന് സ്വയം വിശ്വസിക്കുക, മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു ഇപ്പൊ നടക്കുന്ന പല കാര്യങ്ങളും. അതൊരു കൗബോയ് ടൈപ്പിലേക്ക് പ്രചരണം പോലും മാറുന്നുണ്ടോ? അത് ചിലയിടങ്ങളിൽ വിജയിച്ചു എന്ന് വെച്ച് എപ്പോഴും അതിനൊരു വിജയം ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ ഷാഫി പറമ്പിലായാലും ചാണ്ടി ഉമ്മനായാലും രണ്ടുപേരും ഒരു ജനസമിതിയുള്ള ആളുകളാണ്. ഷാഫി പറമ്പിൽ സ്വന്തം കഴിവുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതും ചാണ്ടി ഉമ്മൻ തൻ്റെ പിതാവിൻ്റെ കഴിവുകൊണ്ടൊക്കെ ഉണ്ടാക്കി വരുന്നതുമായ അവർക്കുള്ള ഒരു വലിയൊരു ഇമേജ് അതങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് പകരം ഇവർ രണ്ട് തലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപകടകരമായ ഒരു കാഴ്ച. അതെ, നാളെ സംഭവിച്ചേക്കാം. ദേശീയപാത നെടുകെ പടർന്ന പോലെ, അതെ, റിയാസിന്റെ പാത പടർന്ന പോലെ കോൺഗ്രസിന്റെ ഈ മിലിറ്റന്റ് യൂത്തിനെയും രണ്ട് കഷ്ണമാക്കരുത്, തെരുവിൽ തെല്ലുന്ന വിഭാഗം ആക്കരുത്. മുൻകാലങ്ങളിൽ അങ്ങനെ ആക്കി സൂചിച്ചവരും ഈ ചെറുപ്പക്കാരുടെ രക്തം ഊറ്റി കുടിച്ചവരും ഇഷ്ടം പോലെ ഉണ്ട്. എത്ര പേരുണ്ട്. ഈടനെ പഠിപ്പിക്കുന്നില്ല. ഹൈബീഡൻ പ്രധാനപ്പെട്ട ഒരു നേതാവായി കണ്ട ഒരാളാണ്. കൂടുതൽ കൊണ്ടുപിടിച്ച് നന്നായി ജയിച്ചു വരുന്ന ആളായിരുന്നു ഈടൻ. ശബരിനാഥൻ ഒരു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും പിന്നിലേക്ക് പോയിരിക്കും. അതിന് കാരണങ്ങളുണ്ടാകാം. അതെ, ഇവരെ ഒന്നും അങ്ങോട്ട് വരുത്തുന്നില്ല. പകരം ഈ 2-3 പേരിൽ എനിക്ക് ഏറ്റവും ഞാൻ ശ്രദ്ധിച്ചത് അബിൻ വർക്കിയുടെ സാന്നിധ്യം എന്തുകൊണ്ടാണ്. പാലക്കാട്ടുണ്ടായത്ര പോലും ഇല്ല. അബിൻ വർക്കിക്ക് എന്ത് പറ്റി? അതെ, കാരണം നാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകേണ്ട ആളാണ് അബിൻ വർക്കി. ആയില്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാവും ഇത് ഗ്രൂപ്പുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം പറ്റാൻ പോകുന്നത് കേരളത്തിന്റെ പൊതു നേതാവായി വരേണ്ട, അല്ലെങ്കിൽ മലബാറിൻ്റെങ്കിലും പൊതു നേതാവാകേണ്ട ഷാഫി പറമ്പിൽ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ നഷ്ടം പറ്റുന്നത്. ഒരു വിഭാഗത്തിന്റെ മാത്രം നേതാവാകാൻ പോയാൽ ഇന്നത്തെ ഷാഫിയെ ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല നാളെ ജനങ്ങൾ. തീർച്ചയായും അത് പ്രകാരം ഇപ്പോൾ അപകടകരമായ കാഴ്ച എന്ന് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഉൾപ്പെടുന്ന ഒരു ടീം മുസ്ലിം ലീഗിലെ ഫിറോസിനെ അംഗീകരിച്ചാലും അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ തോളിലേറ്റി നടന്നാലും ചാണ്ടി ഉമ്മനെ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹൈബീഡൻ ഒറ്റയ്ക്ക് പോകുന്നു, റോജിയോം ജോൺ മാറിപ്പോകുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കോൺഗ്രസ് വളരെയധികം, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പണ്ടുള്ളതുപോലെയല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് കൈയടിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണ് ഇവർക്ക് വലിയൊരു ദൈവിക പരിവേഷം നൽകുന്നത്, അത് മാനുഷിക പരിവേഷം നൽകുന്നത്. അവരത് ഡിസർവ് ചെയ്യുന്നു. അതെ അതെ, അവരത് ഡിസർവ് ചെയ്യുന്നു. പക്ഷേ നശിപ്പിക്കുമെന്നുള്ള പേടിയാ. അതെ, ഇത് ഇങ്ങനെയുള്ളൊരു ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത് അങ്ങനെയുള്ളൊരു ഇവർക്കൊരു ശക്തി പകരുന്ന അല്ലെങ്കിൽ പിന്തുണ നൽകുന്ന പ്രവർത്തകരാണ് ഏറ്റവും പ്രധാനമായി ആലോചിക്കേണ്ടത്. ഞങ്ങൾ നൽകുന്ന ഈ പിന്തുണ കൊണ്ട് ഈ യുവനേതാക്കൾ തെറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യം കൂടി അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരെ നയിക്കുന്ന വിഷ്ണുനാഥൻ, അതെ, ചെങ്ങന്നൂർ എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് ചെങ്ങന്നൂർ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്? ചെങ്ങന്നൂർ ആലപ്പുഴയില്ല. ചെങ്ങന്നൂർ കോൺഗ്രസിന്റെ ഏറ്റവും ഷുവർ സീറ്റായിരുന്നു, ഇല്ലാതെ പോയി. ഈ കളികൾ വന്നു പോകുന്നതാണ്. അതുപോലെ ഇതുപോലെ തന്നെ ഒരു നേതാവായിരുന്നു ആന്റോ ആന്റണി. പത്തനംതിട്ടയിലെ കോൺഗ്രസ് ഉണ്ടോ? CR മഹേഷിനെ നശിപ്പിക്കാൻ നോക്കി അദ്ദേഹം സ്വന്തം കഴിവ് കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ മഹേഷിലൂടെ ഇപ്പൊ ഏറ്റവും വലിയ താരമാകേണ്ട മറ്റൊരാൾ മഹേഷാണ്. ഈ കൂട്ടത്തിൽ അധികം മഹേഷിന് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖനായി മാറേണ്ടുന്ന ഒരു ചിന്ത അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒതുങ്ങിക്കൂടി തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. തൻ്റെ മണ്ഡലം കരുനാഗപ്പള്ളിയാണ് തൻ്റെ ജീവൻ എന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ലൈനിലൂടെ കടന്നു പോകുന്നു. പക്ഷേ കേരളത്തിൽ മുഴുവൻ കോൺഗ്രസ് വരണമെന്നും യുവനേതാക്കൾ ശക്തരാകണമെന്നും ആലോചിക്കുന്നവരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നവരും വളരെ നിരാശയിലാണ് ഈ പോക്ക് കാണുമ്പോൾ എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല.